ഹായ്, നമസ്കാരം. ഞാനിന്ന് എൻ്റെ ഒരു 10 കൊല്ലത്തൊരു എക്സ്പീരിയൻസ് ഉണ്ട് ഫോട്ടോഗ്രാഫി ഫീൽഡിൽ. എൻ്റെ ഒരു 10 കൊല്ലത്തൊരു എക്സ്പീരിയൻസ് ഞാൻ എൻജോയ് ചെയ്തിട്ടുള്ളതും അല്ലെങ്കിൽ ഞാൻ ആ ഒരു സമയത്ത് ജീവിച്ചിട്ടുള്ള ആ ഒരു ഫീൽഡിൽ ജീവിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളിലോട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അത് കുറേ പേർക്ക് കണക്റ്റ് ആവും. കാരണം ഇപ്പോഴും ആ ഒരു മൂഡ് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേയധികം ഫോട്ടോഗ്രാഫർമാരുണ്ട്. എന്തോരം ചേഞ്ച് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടും അത് മാറാൻ പറ്റാതെ ആ ഒരു രീതിക്ക് തന്നെ പോകുന്ന കുറേ ഫോട്ടോഗ്രാഫർമാരുണ്ട്. അപ്പോൾ എല്ലാവർക്കും കൂടി വേണ്ടിയിട്ട് എൻ്റെ ഒരു കണക്ഷൻ, ഞാൻ അത് എത്രത്തോളം എല്ലാവർക്കും കണക്റ്റ് ആവുമെന്ന് എനിക്കറിയില്ല. ചിലവർക്ക് ഇല്ലാത്തവരുണ്ടാവും, ചിലവർ കണക്റ്റ് ആവണവരുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് എൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ ആവശ്യമുള്ളവർ കാണുക. ചിലവരത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടാവും, ചിലവരിത് കേട്ട് കഴിയുമ്പോൾ ചിലവർക്ക് ആ ഒരു പരിപാടി, അതായത് ഞങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വെഡ്ഡിങ് ഫോട്ടോഗ്രാഫിയാണ്. നോർമലി ഒരു സാധാരണക്കാരൻ്റെ വെഡ്ഡിങ് അല്ലെങ്കിൽ ഒരു അത്യാവശ്യം മീഡിയം റേഞ്ചിലുള്ള ആൾക്കാരുടെ വെഡ്ഡിങ്ങാണ്. നല്ല റിച്ച് ആയിട്ടുള്ളവരെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല പ്ലാനിങ്ങോടും കൂടി കുറച്ച് കാര്യം കോർഡിനേറ്റ് എല്ലാം കൊണ്ട് ചെയ്യാൻ പറ്റും. അല്ലാതെ ഒരു സാധാരണക്കാരൻ്റെ ഒരു കല്യാണം എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പം അതുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ പറയാൻ പോണത്. എല്ലാവർക്കും അത് ആക്സെപ്റ്റബിൾ ആണ്, എല്ലാവർക്കും അത് ചെയ്യാവുന്നതുമാണ്. എല്ലാത്തിനും സമയമുണ്ട്. എല്ലാത്തിനും വീട്ടിൽ നിന്ന് ഇറങ്ങണതിന് സമയമുണ്ട്, താലി കെട്ടണതിന് സമയമുണ്ട്, വീട്ടിൽ കയറണതിന് സമയമുണ്ട്, റിസപ്ഷന് സമയമുണ്ട്. ഇതൊക്കെയാണ് ഒരു കല്യാണ പരിപാടിയിൽ നോർമലായിട്ട് നടന്നു പോണ കാര്യങ്ങൾ. അപ്പോൾ ഇപ്പോൾ ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു അനുഭവം തന്നെ ആദ്യം പറയാം. ലേറ്റസ്റ്റ് അത് ഈ കഴിഞ്ഞ ദിവസം നടന്നൊരു സംഭവം തന്നെ നിങ്ങളോട് ആദ്യമായിട്ട് പറയാം. അതായത് നമ്മൾ എത്രയൊക്കെ പ്ലാൻ ചെയ്ത് എത്രയൊക്കെ കണക്ട് ചെയ്ത് കൊടുത്താലും ചില ക്ലൈൻറ്റ് അല്ലെങ്കിൽ ചില കപ്പിള് അത് സക്സസ് ആക്കില്ല. അത് സക്സസ് ആക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ അവർക്ക് വേണം ആഗ്രഹം, അവർക്ക് ഇതുപോലെ ഫോട്ടോ കിട്ടണം, അല്ലെങ്കിൽ അവർ ഈ ഒരു എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ കാരണം മേക്കപ്പിനും പല കാര്യങ്ങൾക്കും അവർ കാശ് ചിലവാക്കുന്നുണ്ട്, ഫോട്ടോഗ്രാഫിക്കും അവർ കാശ് ചിലവാക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു തിങ്കിങ് അവരും കൂടി വിചാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കുറച്ചും കൂടി നല്ല രീതിക്ക് ചെയ്യാൻ പറ്റും. അപ്പം ആ ഒരു സാധനം ഏതൊരു ക്ലയൻറ്റിന് ചെയ്യാവുന്നൊരു കാര്യമാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. നമ്മളൊരു കല്യാണം അല്ലെങ്കിൽ ആ ഒരു ഫങ്ഷൻ നടത്താനായിട്ട് ആഗ്രഹിക്കുമ്പോൾ, അതായത് എന്നാണെന്നുള്ളൊരു കാര്യങ്ങൾ ഡേറ്റ് എടുക്കും, ജാതകം നോക്കും, അല്ലെങ്കിൽ സമയം നോക്കും, ഇന്ന ദിവസം എത്ര മണിക്ക് എങ്ങനെ എല്ലാം നോക്കും. അപ്പോൾ ഈ വന്ന ഫോട്ടോഗ്രാഫർമാരായ ഞങ്ങൾക്ക് ഇവിടെ ഒരു പ്ലാൻ ഉണ്ട്. അത് ഞങ്ങൾ ഓൾറെഡി ക്ലയൻറ്റിൻ്റെ വരെ പറയുകയും ചെയ്യും. ഇന്ന പോലെ ഇത്ര നേരത്തെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോട്ടോസ് എടുക്കുക, ഇന്ന പോലെ ഫാമിലി എല്ലാവരും കൂടി എല്ലാ സമയത്തും കൂടെ വേണം, എല്ലാ കാര്യങ്ങളും പറയും. എന്നാൽ അവസാന സമയത്ത് അവരുടേതായ തിരക്കുണ്ട്, ഇല്ലെന്ന് പറയണില്ല. നമ്മളുടേതായ കാര്യങ്ങളും കുറച്ചും കൂടി നല്ലൊരു സ്റ്റോറി ആയിട്ട് എന്താ പറയുക, നല്ലൊരു സിനിമയായിട്ട് അവരുടെ ഒരു കല്യാണ പരിപാടി ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ കിടന്ന് കഷ്ടപ്പെടുന്നത്. എന്നാൽ ഇത് എത്രത്തോളം സക്സസ് ആവാറുണ്ടെന്ന് ഞാൻ ഇതേവരെ എന്താ പറയുക, ഇത്രയും 5, 8, 9, 10 കൊല്ലോട്ടേ ഈ 10 കൊല്ലത്തിനിടക്ക് എനിക്ക് കണക്റ്റ് ആയിട്ടില്ല ഇതേവരെ. ഞാൻ സാധാരണ ഒരു മീഡിയം റേഞ്ചിലുള്ള വെഡ്ഡിങ് പരിപാടികളാണ് ചെയ്യണത്. പക്ഷേ ഞാൻ ചെയ്യണ ഏത് കല്യാണ പരിപാടികളും ഞാൻ ബഡ്ജറ്റ് നോക്കാതെ ക്ലയൻറ്റിന് അത്രയും നല്ലോണം ഹാപ്പി ആയിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന രീതിക്ക് തന്നെയാണ് ഞാൻ ചെയ്തു കൊടുക്കാൻ നോക്കാറ്. ചില സാഹചര്യങ്ങൾ കൊണ്ടിട്ട് അത് മാറിപ്പോവും. ചിലപ്പോൾ കോസ്റ്റ്യൂം കൊണ്ട്, അല്ലെങ്കിൽ അവിടുത്തെ ഒരു ആംബിയൻസ് കൊണ്ട്, അല്ലെങ്കിൽ ക്ലയൻറ്റിൻ്റെ ആ സിറ്റുവേഷൻ, അവരുടെ സമയം കൊണ്ടിട്ട് പല കാര്യങ്ങളും ചേഞ്ചായി പോവാറുണ്ട്. അപ്പോൾ ഇനി ഞാൻ പറയണ ഒരു കാര്യം, ഇനി നടക്കാൻ പോണ കല്യാണങ്ങളും ഇനി നടക്കാൻ പോണ ഫങ്ഷനുകളും എല്ലാവരും ഒന്ന് പ്ലാൻ ചെയ്യുക. ഫോട്ടോഗ്രാഫിക്ക് വേണ്ടിയിട്ടൊരു 1 മണിക്കൂർ എങ്ങനെ വേണാലും, എങ്ങനെ തിരിഞ്ഞു പോയാലും ഒരു
പ്ലാൻ ഇട്ട് വെച്ചേക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പരിപാടി നിങ്ങൾ ഇന്നിന്ന പോലെ ഇന്നിന്ന സമയത്ത് കറക്റ്റായിട്ട് ചെയ്യും, കറക്റ്റായിട്ട് ആ ടൈമിങ്ങിൽ തീർക്കും. കാരണം അത്യാവശ്യം നല്ല റിച്ചായിട്ടുള്ള ടീമുകൾ അവരുടെ വെഡ്ഡിങ്ങുകൾ എന്താ പറയുക, ഒരു ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ് പോലെ നിശ്ചിത ആൾക്കാരെ വെച്ചിട്ട് നല്ല ഹാപ്പി ആയിട്ട് സൂപ്പർബായിട്ട് ചെയ്യുന്നുണ്ട്. അത് എല്ലാവർക്കും പറ്റും. എല്ലാ ഹ്യൂമനും, എല്ലാ മനുഷ്യർക്കും, ഏതൊരു സാധാരണക്കാരനും ഏതൊരു കാശുകാരനും പറ്റും. അത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്, നിങ്ങളാണ് ചെയ്യേണ്ടത്. അപ്പം ഇതിൻ്റെ ബാക്കി കുറച്ച് ഭാഗങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.